ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആട്ടോ. അതിനാദ്യമായിട്ട് നമ്മൾ കുറച്ച് സവാള വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വഴറ്റാനുള്ള സവാള 2 സവാള, ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല കൂട്ടിയിട്ട് പുരട്ടി വയ്ക്കാം. അരമണിക്കൂർ വെക്കണം കേട്ടോ, അത് പിടിച്ച് കിട്ടണമെങ്കിൽ. പിന്നീട് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അധികം ഫ്രൈ ആവണ്ട, ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആക്കിയാൽ മതി. അതിനുശേഷം നമുക്ക് പിന്നീട് വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ സവോളൊക്കെ വഴറ്റണത്. സവോള അധികം ഡ്രൈ ഫ്രൈ ആവണ്ട, ജസ്റ്റ് ഒന്ന് വഴണ്ട് കിട്ടിയാൽ മതി. അതിലേക്ക് പിന്നെ നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അത് വഴണ്ടി വരുമ്പോൾ അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നല്ലപോലെ ഒന്ന് നല്ലപോലെ വഴറ്റി പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം പിന്നെ നമുക്കത് പൊടികൾ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അതിന് ശേഷം വഴണ്ടി വന്ന ശേഷം പിന്നെ നമുക്കതിലേക്ക് കുറച്ച് തക്കാളി, ഒരു 2-3 തക്കാളി അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ചേർക്കണം. തക്കാളി നമുക്ക് വേണമെങ്കിൽ അരിഞ്ഞ് ചേർക്കാം. ഞാൻ പിന്നെ കുറച്ച് തിക്ക് ഗ്രേവി ആകാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ തക്കാളി പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. തക്കാളി പേസ്റ്റ് ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ചിക്കൻ വേവാനുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത്. ആ ചിക്കനിലേക്കുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ വറുത്ത് വെച്ച ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യാം. നല്ലപോലെ മസാല അതിലേക്ക് പിടിക്കാൻ വേണ്ടി നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയ ശേഷം നല്ലപോലെ തീ കത്തിക്കണം കേട്ടോ. ഞാൻ അടപ്പത്താണ് ചെയ്യണത്, വിറകടുപ്പിലാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ ഒന്ന് കുറച്ച് കുറുകി വന്ന ശേഷം നമുക്ക് മുന്നേ വറുത്ത് വെച്ചിട്ടുണ്ടായ സവോള അതിലേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെ സവോള ചേർക്കണ്ട കേട്ടോ, കറിക്ക് കുറച്ച് ടേസ്റ്റ് കുറച്ചും കൂടി കൂടാനായിട്ടുള്ള ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത്. അങ്ങനെ നമ്മൾ സവോള ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് ഗരം മസാല, മല്ലിയില എല്ലാം തൂവിയിട്ട് മിക്സ് ആക്കിയെടുക്കാം. ഇതാണ് നമ്മുടെ നാടൻ രീതിയിലുള്ള ചിക്കൻ റോസ്റ്റ്. തിക്ക് ഗ്രേവി ആയിട്ട് വരും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.